എൻ്റെ പേര് പാപ്പച്ചൻ പാലാട്ടിൽ നിന്നാണ്. ഞാൻ സാക്ഷ്യം പറയുന്നത്, എൻ്റെ മൂത്ത മകൻ ജെയ്സൺ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. അവരുടെ മൂത്ത മകള് മെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് വെല്ലൂർ പഠിക്കുന്നു. ആ കുട്ടി അവിടെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഡെങ്കി പനി പിടിപെട്ടു. അവിടുത്തെ ചെറിയ ഫാർമസി ഉണ്ട്, അവിടെ ഡോക്ടർ നേഴ്സൊക്കെ ഉണ്ട്. അവർ ട്രീറ്റ് ചെയ്തു. ഭേദമില്ലാന്ന് കണ്ടപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് സീരിയസ് ആയി. അങ്ങനെ തന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുവന്ന് ബാംഗ്ലൂർ നാരായണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യം അവർ പറഞ്ഞത് 48 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വെന്റിലേറ്ററിൻ്റെ ഉപരിയായി ശ്വാസം എടുക്കാൻ പറ്റാതെ കണ്ട് ഓർമ്മയില്ല. ശ്വാസം ഓക്സിജൻ ലങ്സിലേക്ക് നേരിട്ട് കൊടുക്കുകയും ഭക്ഷണം ട്യൂബും കൂടെ ആകെ ഒരു 13 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. അത് കഴിഞ്ഞ് 13 ദിവസം ICUയിൽ കിടന്നു. അങ്ങനെ ജീവിതം തിരിച്ചു കിട്ടി. അപ്പം ഞാൻ ഈ അവസരത്തിൽ ഡോക്ടർ ഇങ്ങനെ 48 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മകൻ എന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുത്തെ വികാരി അച്ഛനോടും ബിജു പാണയുടെ അച്ഛനും പിന്നെ പഴുവിൽ ഒരു ധ്യാന കേന്ദ്രം ഉണ്ട്, അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. പിന്നെ കൃപാസനം അങ്ങനെ എനിക്ക് അറിയാവുന്നിടത്തോളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. മകൾ ഭേദമായി ഇപ്പോൾ കോളേജിൽ പോകണു. പുണ്യാളിൻ്റെയും ഈശോയുടെയും മാതാവിൻ്റെ സഹായത്തോടെ കുട്ടി സുഖം പ്രാപിച്ചു. അതിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ